ചരിത്രത്തെ ചില പേരുകൾ ഒരിക്കലും മാഞ്ഞു പോകുകയില്ല. കാലം മാറും, സാമ്രാജ്യങ്ങൾ ഉയരും, അത് തകർന്നു വീഴും. പക്ഷെ ചില വ്യക്തികൾ ചരിത്രത്തിൽ ഒരു ചിഹ്നമായി തന്നെ നിലനിൽക്കും. അത്തരം പേരുകളിൽ ഏറ്റവും ശക്തമായ ഒന്നാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഒരു ചെറിയ ദ്വീപിൽ ജനിച്ചൊരു ബാലൻ പിന്നീട് യൂറോപ്പിൻ്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റിമറിച്ച വ്യക്തിയായി വളരുന്നു. അവൻ ഒരു സൈനികൻ മാത്രമല്ലായിരുന്നു, ഒരു തന്ത്രജ്ഞനായിരുന്നു, ഒരു ഭരണാധികാരിയായിരുന്നു. അതിന് മേലായി തൻ്റെ കാലഘട്ടത്തെ മുഴുവൻ സ്വാധീനിച്ച ഒരു ശക്തിയായിരുന്നു. പക്ഷെ നെപ്പോളിയൻ്റെ കഥ വെറും യുദ്ധവിജയങ്ങളുടെ കഥയല്ല, അത് ആഗ്രഹത്തിൻ്റെ കഥയാണ്. അത് ഒറ്റപ്പെടേണ്ട കഥയാണ്. സ്വയം തെളിയിക്കാൻ കത്തിയ മനസ്സിൻ്റെ കഥയാണ്. ഒരു സാധാരണ തുടക്കത്തിൽ നിന്ന് അസാധാരണ ഉയർച്ചയിലേക്ക് എത്തുന്ന ജീവിതത്തിൻ്റെ കഥയാണിത്. ഇന്ന് നാം നോക്കുന്നത് നെപ്പോളിയൻ എങ്ങനെ ജയിച്ചു, എങ്ങനെ രൂപപ്പെട്ടു, എങ്ങനെ ഫ്രാൻസിൻ്റെ രാഷ്ട്രീയ സൈനിക രംഗത്ത് ഉയർന്നു വന്നു, എങ്ങനെ ലോകം മുഴുവൻ അറിയുന്ന പേരായി മാറി എന്നുള്ള യാത്രയിലാണ് നമ്മൾ. 1769 ആഗസ്റ്റ് 15 മധ്യധരണ സമുദ്രത്തിലുള്ള മനോഹരമായൊരു ദ്വീപാണ് കോക്സിക്ക. അവിടെ ഒരു ബാലൻ ജനിച്ചു. അവൻ്റെ പേര് നെപ്പോളിയൻ ബോണപ്പാർട്ട്. പക്ഷേ അവൻ ജനിച്ച ഭൂമി അന്ന് ശാന്തമായിരുന്നില്ല. കോക്സിക്ക രാഷ്ട്രീയ കലഹങ്ങളുടെ ഇടയിലായിരുന്നു. ഇറ്റാലിയൻ സ്വാധീനവും ഫ്രഞ്ച് നിയന്ത്രണവും തമ്മിൽ കുടുങ്ങിയൊരു പ്രദേശമായിരുന്നു അത്. അവിടെയുള്ള ജനങ്ങൾക്ക് തങ്ങളുടെ രാജ്യത്തുള്ള അഭിമാനം വളരെ ശക്തിയേറിയതായിരുന്നു. പുറത്തുനിന്ന് വന്ന ഭരണകൂടം വന്നാലും അവരുടെ മനസ്സ് എളുപ്പത്തിൽ കീഴടങ്ങിയില്ല. നെപ്പോളിയൻ്റെ കുടുംബം ഈ അന്തരീക്ഷത്തിലുള്ളതാണ്. അവൻ്റെ പിതാവ് കാർലോ ബോണപ്പാർട്ട് നിയമപഠനം ചെയ്ത ഒരാളായിരുന്നു. അവൻ്റെ അമ്മ ലെറ്റീഷ്യ വളരെ കരുത്തുറ്റ മനസ്സുള്ള സ്ത്രീയായിരുന്നു. കുടുംബജീവിതത്തിൽ ശാസനയും നിയന്ത്രണവും വളരെ പ്രധാനമാണെന്ന് അവൾ വിശ്വസിച്ചു. ഈ മാതൃസാന്നിധ്യം നെപ്പോളിയൻ്റെ സ്വഭാവത്തിൽ പിന്നീട് ശക്തിയെ പ്രതിവചിച്ചു. കുടുംബം ചെറിയൊരു മഹത്വം പുലർത്തിയെങ്കിലും അത് വലിയ സമ്പത്തിൻ്റെയോ അധികാരത്തിൻ്റെയോ കുടുംബമല്ലായിരുന്നു. അതിനാൽ ബാല്യത്തിൽ തന്നെ നെപ്പോളിയൻ ജീവിതം എളുപ്പമല്ലെന്ന് തിരിച്ചറിഞ്ഞു. അധികാരം നേടണമെങ്കിൽ ശ്രമം വേണം, മുന്നേറണമെങ്കിൽ ശക്തി വേണം. ഈ ബോധം ആദ്യകാലത്ത് തന്നെ അവനിൽ വളർന്നു വന്നു. നെപ്പോളിയൻ ചെറുപ്പം മുതൽ തന്നെ മറ്റു കുട്ടികളിൽ നിന്ന് വളരെ വ്യത്യസ്തനായിരുന്നു. അവൻ അധികം തുറന്നു പറഞ്ഞ് കളിച്ച് ചിരിച്ചു നടക്കുന്നൊരു കുട്ടിയല്ലായിരുന്നു. അവൻ കൂടുതൽ നിരീക്ഷിക്കുന്നവനായിരുന്നു, ചുറ്റുമുള്ള ആളുകളെയും സംഭവങ്ങളെയും. അവൻ്റെ ഉള്ളിൽ സ്വാഭിമാന ബോധം വളരെ ശക്തിയേറിയതായിരുന്നു. ഒരാൾ അവനെ ചെറുതായി കണ്ടാൽ അത് അവൻ എളുപ്പം മറക്കില്ലായിരുന്നു. ചിലപ്പോഴൊക്കെ ഈ സ്വഭാവം അഹങ്കാരമായി തോന്നിയെങ്കിലും അതിൻ്റെ അടിയിൽ ഒരു കാര്യമുണ്ടായിരുന്നു: സ്വയം തെളിയിക്കണമെന്ന തീക്ഷ്ണമായ ഒരാഗ്രഹം. അമ്മയുടെ കർശനമായ ശാസനയും കുടുംബത്തിൻ്റെ സാഹചര്യം, കോഴ്സ്കായിലെ രാഷ്ട്രീയ സംഘർഷവും അവൻ്റെ ഈ ബാല്യത്തെ സാധാരണ ബാല്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തനാക്കി. അവൻ വളർന്നത് ഒരു ആശ്വാസ ലോകത്തിലല്ല. സംഘർഷം, തിരിച്ചറിയൽ, അഭിമാനം, അധികാരം, ഈ കാര്യങ്ങൾ മനുഷ്യരുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് ഇതിൻ്റെ ഇടയിലാണ് അവൻ ജീവിച്ചു വളർന്നത്. ഈ സാഹചര്യങ്ങൾ പിന്നീട് അവൻ്റെ രാഷ്ട്രീയ ചിന്തയും നേതൃത്വ ശൈലിയും രൂപപ്പെടുത്താൻ സഹായിച്ചു. നെപ്പോളിയൻ്റെ ജീവിതത്തിലെ ആദ്യ വലിയ തിരിഞ്ഞു മറിഞ്ഞ നിമിഷം അവൻ്റെ പഠനത്തിനായി ഫ്രാൻസിലേക്ക് അയച്ചപ്പോഴാണ്. കോസ്കായിൽ നിന്ന് ഫ്രാൻസിലേക്ക് എത്തിയപ്പോൾ അവൻ ഒരു പുതിയ ലോകത്തേക്കാണ് എത്തിയത്. ഭാഷാ വ്യത്യാസം, സംസ്കാര വ്യത്യാസം, ജീവിതശൈലി വ്യത്യാസം. അവൻ അവിടെ ഒരു സ്വദേശിയായിരുന്നില്ല, ഒരു പുറംനാട്ടുകാരനായിരുന്നു. ഇതൊരു ചെറിയ കുട്ടികൾക്ക് വലിയ മാനസിക ഭാരമായിരിക്കും. കാരണം പുതിയ സ്ഥലത്ത് ഇണങ്ങിച്ചേരുന്നത് അത്ര എളുപ്പമല്ല. അതിലും കൂടുതൽ മറ്റുള്ളവർ നിന്നെ ഞങ്ങൾ ഒരാൾ എന്ന് കാണുന്നില്ലെങ്കിൽ ആ ഒറ്റപ്പെടുത്തൽ കൂടുതൽ ആഴമേറിയതായിരിക്കും. സ്കൂൾ ജീവിതത്തിൽ നെപ്പോളിയൻ പലപ്പോഴും പരിഹാസം നേരിടേണ്ടി വന്നു. അവൻ്റെ ഉച്ചാരണം വ്യത്യസ്തമായിരുന്നു. അവൻ്റെ പശ്ചാത്തലം ചിലർക്ക് അവനെ താഴെയാക്കാനുള്ള അവസരമായിരുന്നു. പക്ഷേ ഇതെല്ലാം അവനെ തകർത്തില്ല. പകരം അവൻ സ്വന്തം ഉള്ളിലേക്ക് കൂടുതൽ തിരിഞ്ഞു. ഇത് നെപ്പോളിയൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന ഘട്ടമാണ്. കാരണം ഒറ്റപ്പെടൽ പലരെയും പിൻവലിപ്പിക്കും, പക്ഷേ ചിലർ അത് കൂടുതൽ കരുത്തുള്ളവരാക്കും. നെപ്പോളിയന് സംഭവിച്ചത് അതുതന്നെയായിരുന്നു. സ്കൂളിലും അക്കാദമിയിലും നെപ്പോളിയൻ ഏറ്റവും കൂടുതൽ ആകർഷമായത് പുസ്തകങ്ങളായിരുന്നു. അവൻ ചരിത്രം വായിച്ചു, മഹാന്മാരുടെ ജീവിതം വായിച്ചു, യുദ്ധതന്ത്രങ്ങൾ പഠിച്ചു, ഭരണം എങ്ങനെ പ്രവർത്തിക്കുന്നു, അധികാരം എങ്ങനെ നിലനിൽക്കുന്നു, ഒരു നേതാവ് എങ്ങനെ സമൂഹത്തെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് അവൻ ആഴത്തിൽ ചിന്തിച്ചു. പ്രത്യേകിച്ച് പുരാതന സൈനിക നേതാക്കളും ഭരണാധികാരും കഥകൾ അവനെ വളരെ സ്വാധീനിച്ചു. ഒരു സാമ്രാജ്യം സൃഷ്ടിക്കാൻ വെറും ധൈര്യം മാത്രം മതിയാവില്ല. അതിന് തന്ത്രവും സമയബോധവും മനുഷ്യ സ്വഭാവത്തെക്കുറിച്ചുള്ള ബോധവും ആവശ്യമാണെന്ന് അവൻ മനസ്സിലാക്കി. പിന്നീട് സൈനിക വിദ്യാഭ്യാസത്തിലേക്ക് കടന്നപ്പോൾ അവൻ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ആർട്ടിലറി വിഭാഗമായിരുന്നു. പലർക്കും സൈന്യം എന്ന വാൾ, കുതിര, ആക്രമണം എന്നായിരിക്കും തോന്നുക. പക്ഷേ ആർട്ടിലറി വേറെ ഒന്നായിരുന്നു. അതിൽ കൃത്യത വേണം, കണക്കുകൾ വേണം, ദൂരവും സമയം ശരിയായി മനസ്സിലാക്കണം.
അത് നെപ്പോളിയൻ്റെ ബുദ്ധിശക്തിയോട് വളരെ നന്നായി പൊരുത്തപ്പെട്ടിരുന്നു. അവൻ വെറും ശക്തനായ സൈനികൻ ആകാൻ മാത്രമല്ല ആഗ്രഹിച്ചത്, ചിന്തിച്ചു നടക്കുന്ന സൈനികനാകണമെന്നാണ് അവൻ ആഗ്രഹിച്ചത്. ഇതാണ് പിന്നീട് അവനെ വലിയ യുദ്ധവിജയങ്ങളിലേക്ക് നയിച്ച അടിസ്ഥാന ഘടകം. സൈനിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം നെപ്പോളിയൻ ഫ്രഞ്ച് സൈന്യത്തിൽ യുവ ഓഫീസറായി പ്രവേശിച്ചു. ഇതൊരു വലിയ തുടക്കം പോലെ തോന്നുന്നില്ല, കാരണം അവൻ അന്നൊരു വലിയ കമാൻഡറല്ല, ഒട്ടുമിക്കവർക്കും ശ്രദ്ധിക്കാത്ത ഒരു യുവ ഉദ്യോഗസ്ഥൻ മാത്രമായിരുന്നു. പക്ഷെ ചില ആളുകൾ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ശാന്തമായ തുടക്കത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നെപ്പോളിയൻ്റേത് അത്തരമൊരു ഇതായിരുന്നു. യുവ ഓഫീസറായ സേവനം അനുഷ്ഠിക്കുമ്പോൾ തന്നെ അവൻ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ടൊരു കഴിവ് കാണിച്ചു തുടങ്ങി. സാഹചര്യം വേഗത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവ്, ദുർബലത കണ്ടെത്തുന്ന കഴിവ്, ഒരു നീക്കം എവിടെയും വിജയിക്കും, എവിടെ പരാജയപ്പെടുമെന്ന് വേഗത്തിൽ ചിന്തിക്കാനുള്ള കഴിവ്. മറ്റുള്ളവർക്ക് കാണാതിരിക്കുന്ന പല കാര്യങ്ങളും നെപ്പോളിയന് വ്യക്തമായി തോന്നും. യുദ്ധം വെറും ഒരു ശക്തിയുടെ കളിയല്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അത് മനസ്സിൻ്റെയും പോരാട്ടം കൂടിയാണ്. ആർക്കാണ് വേഗത്തിൽ ചിന്തിക്കാൻ കഴിയുന്നത്, ആർക്കാണ് സാഹചര്യത്തെ സ്വന്തം അനുകൂലമായി മാറ്റാൻ കഴിവുള്ളത്, അവർക്കാണ് മുന്നേറ്റം. ഈ ഘട്ടത്തിൽ തന്നെ അവൻ വലിയൊരു ഭാവിക്ക് ഒരുക്കുന്നവനെ പോലെ പ്രവർത്തിച്ചു. അവൻ്റെ ഉള്ളിലെ ഒരു ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. താൻ സാധാരണ ഉദ്യോഗസ്ഥനായി നിന്നുകൊള്ളാൻ വന്നതല്ല. ഇതേ സമയം ഫ്രാൻസ് രാജ്യത്തിനകത്ത് വലിയ മാറ്റങ്ങൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. രാജ്യഭരണം ശക്തമാണെങ്കിലും സമൂഹത്തിൽ അനീതിയും അസമത്വവും വ്യാപിച്ചിരുന്നു. സാധാരണ ജനങ്ങൾ ബുദ്ധിമുട്ടിലായിരുന്നു, നികുതിഭാരം കൂടിയിരുന്നു. ഭരണം ജനങ്ങളുടെ വേദന മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു. ക്രമേണ ജനങ്ങളുടെ അസന്തോഷം കൂടി. പാവപ്പെട്ടവർക്ക് സഹിക്കാനാവാത്ത അവസ്ഥയിലായി. മധ്യമവർഗം അവരുടെ ശബ്ദം ഉയർത്തി തുടങ്ങി. അതാണ് പിന്നീട് ഫ്രഞ്ച് വിപ്ലവമായി മാറിയത്. വിപ്ലവം എന്നത് ഒരു രാഷ്ട്രീയ സംഭവം മാത്രമല്ല, അതൊരു രാജ്യം മുഴുവനായി കുടുങ്ങുന്ന ഘട്ടമാണ്. പഴയ നിയമങ്ങളും പദവികളും തകർന്നു വീഴും. അധികാരത്തിൻ്റെ പഴയ മുഖങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. അസുരക്ഷയും പ്രതീക്ഷയും ഒരുമിച്ച് ജനങ്ങളുടെ മനസ്സിൽ നിറയും. ഇത്തരം കാലഘട്ടത്തിൽ ചിലർ തകർന്നു പോകും, പക്ഷെ ചിലർ അതിൽ അവരുടെ അവസരം കണ്ടെത്തും. നെപ്പോളിയൻ രണ്ടാമത്തെ വിഭാഗത്തിലായിരുന്നു. ഫ്രഞ്ച് വിപ്ലവം രാജ്യത്തെ കലക്കി മറിച്ചപ്പോൾ സൈന്യത്തിലും പുതിയ നേതാക്കൾ ആവശ്യമുണ്ടായി. പഴയ സംവിധാനത്തിൽപ്പെട്ട പലരെയും സംശയത്തോടെ നോക്കി. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കഴിവുള്ള, വേഗത്തിൽ പ്രവർത്തിക്കുന്ന, ഭയപ്പെടാത്ത ആളുകളായിരുന്നു ആവശ്യകത. ഈ സാഹചര്യങ്ങളിൽ നെപ്പോളിയൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവൻ വെറും ഉത്തരവുകൾ പാലിക്കുന്ന ഓഫീസർ മാത്രമായിരുന്നില്ല, അവൻ സാഹചര്യങ്ങൾ വായിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നവനായിരുന്നു. തടസ്സം കണ്ടാൽ നിൽക്കാതെ അതിനെങ്ങനെ മറികടക്കാമെന്ന് ചിന്തിക്കുന്നു. അവൻ എടുത്ത തീരുമാനങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. സൈനികർക്ക് അവരുടെ നേതാവിൽ രണ്ട് കാര്യങ്ങളാണ് ആവശ്യമുള്ളത്: സ്പഷ്ടമായ ദിശയും ഭയമില്ലാത്ത മനസ്സും. നെപ്പോളിയൻ ഇവ രണ്ടും കാട്ടി. അതുകൊണ്ട് അവനോടുള്ള വിശ്വാസം ക്രമേണ വളർന്നു. അവൻ്റെ ഉയർച്ചയുടെ തുടക്ക കാലഘട്ടത്തിൽ അവൻ തെളിയിച്ച ഏറ്റവും പ്രധാന കഴിവ് വേഗത്തിൽ തീരുമാനം എടുക്കുക എന്നതായിരുന്നു. ചില നേതാക്കൾ ചേറെ ചിന്തിച്ച സമയം കളയും, പക്ഷേ യുദ്ധഭൂമിയിൽ ചിലപ്പോൾ ഒരു നിമിഷം വൈകിയാൽ തന്നെ പരാജയം സംഭവിക്കാം. നെപ്പോളിയൻ ഈ കാര്യം വളരെ നന്നായി മനസ്സിലാക്കിയിരുന്നു. ചരിത്രത്തിൽ നെപ്പോളിയൻ്റെ ആദ്യകാല സൈനിക ഉയർച്ച വളരെ വേഗത്തിലായിരുന്നു. ഒരിക്കൽ അവന് അവസരം ലഭിച്ചതിന് ശേഷം അവൻ അതിൽ സാധാരണ രീതിയിൽ ഉപയോഗിച്ചില്ല. തൻ്റെ കഴിവ് മുഴുവനെയും പുറത്തു കൊണ്ടുവന്നു. അവൻ യുദ്ധഭൂമിയെ വെറും സ്ഥലമായല്ല കണ്ടത്, ഒരു പസിൽ പോലെ കണ്ടു. എവിടെ ശക്തി ഉപയോഗിക്കണം, എവിടെ ശത്രുവിനെ തെറ്റിദ്ധരിപ്പിക്കണം, എവിടെ വേഗത നിയന്ത്രിക്കണം, എവിടെ കാത്തിരിക്കുകയാണ് ഗുണകരം, ഇതെല്ലാം അവൻ ഒരുമിച്ച് കണക്ക് കൂട്ടി. അതുകൊണ്ടാണ് അവൻ്റെ നീക്കങ്ങൾ പലരെയും അത്ഭുതകരമായി തോന്നിയത്. അവൻ പഴയ രീതികൾ ആവർത്തിച്ചില്ല. അവൻ സൈന്യത്തെ ചലിപ്പിച്ച രീതിയിൽ പുതുമയുണ്ടായിരുന്നു. തന്നേക്കാൾ ശക്തമായ ശത്രുവിനെ ശരിയായ പദ്ധതി ഉപയോഗിച്ച് തോൽപ്പിക്കാമെന്ന് അവൻ തെളിയിച്ചു. നെപ്പോളിയൻ്റെ നേതൃത്വം സൈനികരെ വലിയ സ്വാധീനം സൃഷ്ടിച്ചു. കാരണം അവൻ ദൂരെയാണെന്ന് മാത്രം ഉത്തരവിടുന്നവനല്ലായിരുന്നു, അവനൊരു സജീവ നേതാവായിരുന്നു. സ്വന്തം ആത്മവിശ്വാസം മറ്റുള്ളവർ പകർന്ന ഒരാൾ. വിജയം സാധ്യമാണ് എന്ന വിശ്വാസം ഒരു സൈന്യത്തിനൊക്കെ നൽകാൻ അവന് കഴിഞ്ഞു. ഇതാണ് ഒരു സാധാരണ കമാൻഡറെ നേതാവാക്കി മാറ്റിയത്. യുദ്ധവിജയങ്ങൾ കൂടിക്കൊണ്ടിരുന്നപ്പോൾ നെപ്പോളിയൻ്റെ പേര് ഫ്രാൻസിൽ കൂടുതൽ കേൾക്കപ്പെട്ടു. സൈനിക വ്യവസ്ഥയിലുള്ളവരിൽ മാത്രമല്ല, രാഷ്ട്രീയ രംഗത്തും അവൻ്റെ പ്രശസ്തി വർദ്ധിച്ചു. രാജ്യത്തിൻ്റെ അസ്ഥിരത കൂടുമ്പോൾ ജനങ്ങൾക്കും ഭരണകൂടത്തിനും വേണ്ടിയിരുന്നത് ക്രമവും സ്ഥിരതയും കൊണ്ടുവരുന്ന ഒരാളെയായിരുന്നു. നെപ്പോളിയൻ തനിയെ അത്രയൊരു ശക്തിയെ അവതരിച്ചു. അവൻ മനസ്സിലാക്കിയിരുന്നു, വാൾക്കൊണ്ടല്ല യുദ്ധം ജയിക്കാം, പക്ഷേ ദീർഘകാല അധികാരം നേടണമെങ്കിൽ ജനങ്ങളുടെ മനസ്സും രാഷ്ട്രീയത്തിൻ്റെ യന്ത്രവും രാഷ്ട്രീയ കാലാവസ്ഥയും സ്വന്തം അനുകൂലമായി മാറണം. ഇതാണ് അവൻ്റെ യഥാർത്ഥ മികവ്. അവൻ വെറും യുദ്ധവിജയി മാത്രമല്ല, രാഷ്ട്രീയ അവസരങ്ങൾ തിരിച്ചറിയുന്നവനുമായിരുന്നു. ഒരു നേതാവ് തൻ്റെ ഇമേജ് എങ്ങനെ വളർത്തണം, വിജയങ്ങൾ എങ്ങനെ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം, സ്വന്തം പേരിനെ എങ്ങനെ ശക്തിയെ ബന്ധിപ്പിക്കണം
ഇവയെല്ലാം അവന് മനസ്സിലായിരുന്നു. ക്രമേണ നെപ്പോളിയൻ ഒരു യുവ ഓഫീസറിൽ നിന്ന് ഫ്രാൻസിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായി മാറി. നെപ്പോളിയൻ്റെ ജീവിതത്തിൻ്റെ ആദ്യഘട്ടം നമ്മെ ഒരു പ്രധാന സത്യം ഓർമ്മിപ്പിക്കുന്നു. മഹത്വം എപ്പോഴും മഹത്തായ സാഹചര്യങ്ങളിൽ നിന്ന് മാത്രമല്ല ജനിക്കുന്നത്. ചിലപ്പോൾ അത് ഒറ്റപ്പെടലുകളിൽ നിന്നാണ് വളരുന്നത്. പരിഹാസങ്ങളിൽ നിന്ന് കരുത്ത് ആർജിക്കുന്നു. സാധാരണ തുടക്കത്തിൽ നിന്നാണ് അസാധാരണ ലക്ഷ്യം രൂപപ്പെടുന്നത്. കോസ്കായിൽ ജനിച്ച ഈ ബാലൻ ഫ്രാൻസിൽ ഒറ്റപ്പെട്ട വിദ്യാർത്ഥി, പുസ്തകങ്ങളിൽ മുങ്ങിയ യുവാവ്, ആർട്ടിലെ മികവ് തെളിയിച്ച ഓഫീസർ, ഇവയെല്ലാം ചേർന്നാണ് പിന്നീട് ലോകം അറിയപ്പെടുന്ന നെപ്പോളിയൻ രൂപം കൊണ്ടത്. പക്ഷേ അത് അവൻ്റെ കഥയുടെ തുടക്കം മാത്രമാണ്. ഇനിയും അവൻ ഫ്രാൻസിൻ്റെ അധികാര കേന്ദ്രങ്ങളിലേക്ക് ഉയരും. ഇനിയും അവൻ്റെ പേര് കേട്ട് യൂറോപ്പ് വിറങ്ങലിക്കും. ഇനിയും അവൻ്റെ സാമ്രാജ്യം പടുത്തുയർത്തും. അവസാനം അതേ ഉയർച്ച അവൻ്റെ വീഴ്ചയ്ക്കും കാരണമാകും. നെപ്പോളിയൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഇതാണ്: മനുഷ്യൻ്റെ ആഗ്രഹം അവനെ ഉയർത്തും, പക്ഷേ അതേ ആഗ്രഹം ഒരു നിയന്ത്രണം വിട്ടാൽ അത് തന്നെ അവനെ തകർക്കുകയും ചെയ്യും. ഇതാണ് നെപ്പോളിയൻ്റെ കഥ.